ആദ്യം വയറിലായത് ഞാനും മോളും കൂടെ പാടിണ്ടായിരുന്നു മറ്റേ അയ്യപ്പ സീസണില്. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. അതായത് നമ്മളെ മൈൻഡൊക്കെ ചെയ്യൂല ചില വേദികളിൽ വിഷമം തോന്നിപ്പോ. അയ്യപ്പ ഭക്തിഗാനവും കൃഷ്ണഭക്തിഗാനവും ഒക്കെ ഇടുമ്പോൾ ഇതിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ്സുകൾ വരാറുണ്ടോ? ഞങ്ങളുടേതായ ആൾക്കാരും ഇങ്ങനെ കമന്റ് ഇടലുണ്ട് കേട്ടോ. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത്. പക്ഷെ ആ ദക്ഷിണ വെച്ച് അല്ലാണ്ട് പിന്നെ ഒരു ഫീസ് പോലെ എൻ്റെ മേടിച്ചിട്ടില്ല. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴി പട്ടുമാരി പോവാൻ നിഷാദ് കണ്ട് എന്നെ നിർബന്ധിച്ച്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കാരണം പോയി മടുത്തേക്കണ്. അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ആദിയോനിക്ക് കരയാനും പറയാനും മനം തുറന്നിരക്കാനും. ഇപ്പൊ ഈ വൈറലായതിനു ശേഷം ആ പ്രശ്നങ്ങൾ മാറിയില്ലേ? അയ്യോ മാറി, സെൽഫി എടുത്ത് കുഴഞ്ഞു. ഞാൻ പറയും വെറുതെ സെലിബ്രിറ്റീസ് ഒക്കെ പറയണത് നമ്മൾ ഇങ്ങനെ ആയിട്ട് വരെ. കാരണം നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണേ ഇങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ 1 ലക്ഷം, പിന്നെ 1.5, 2, അങ്ങനെ 1 മില്യൺ 2, ഇങ്ങനെ ഞാൻ എൻ്റെ പൊന്നെ. പിന്നെ കോളുകള്. നമസ്കാരം. പാട്ടുപാടി വൈറലായ ഒരു കുടുംബത്തിനോടൊപ്പമാണ് ഞാൻ എന്നുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം എന്ന സ്ഥലത്താണ്. പാട്ടുകാരനായ നിഷാദ് സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സജന നിഷാദ്, മകൾ ദിൽറുബ നിഷാദ് എന്നിവരാണ് ഇന്ന് നമ്മളോട് വിശേഷം പങ്കുവെക്കുന്നത്. നമസ്കാരം. നമസ്കാരം. പാട്ടുകാരൻ, യെസ്, എങ്ങനെയാണ് ഈ പാട്ടുകാരിയായി കൂട്ടുകാരിയെ കണ്ടെത്തിയത്? പാട്ടുകാരിയായുള്ള കൂട്ടുകാരിയെ കണ്ടിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു 15 വർഷം അല്ലേ? 5 വർഷമല്ലേ? 15 വർഷമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി. പ്രോഗ്രാമിൻ്റെ അങ്ങനെയൊക്കെ വന്നിട്ട് അവള് പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചാണ്. പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. ആദ്യം എൻ്റെ അടുത്ത് ഭയങ്കര പ്രണയമായിരുന്നു സജുവിന്. പാട്ട് കേട്ടിട്ടുള്ള പ്രണയമാണോ? അങ്ങനൊന്നുമില്ല, അത് എന്തൊക്കെ തോന്നൂലേ, അത് എന്താന്നറിയില്ല. ഇവളാണ് എൻ്റെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇവളാണ് പ്രോഗ്രാമിനൊക്കെ വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ക ആ രീതിയിലൊക്കെ അച്ചടക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ രീതിയിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചില ഇതിൽ അവൾ പറയലുണ്ട് കട ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇല്ലേ? ഒന്നില്ല, അല്ല എന്തോ ഒരു ഇഷ്ടം. അതെന്താ ഇദ്ദേഹത്തെ മാത്രം പാട്ടിന് വിളിച്ചോണ്ട് സെലക്ട് ചെയ്ത് വിളിച്ചോണ്ട്? അല്ല, അങ്ങനെയല്ല, ഫീമെയിൽസിനെ പലരും വിളിക്കലുണ്ട്. ഇവരെ ടീമായിരുന്നു മെയിൻ ടീം അന്നത്തെ വലിയ ടീം. ഇവരേലൊക്കെ പാടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാനന്ന് ചെറുതാണ്, കാരണം എനിക്ക് ഇവരേലൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഇവരേലൊക്കെ ഒരു ചാൻസ് ഇട്ടാ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഞാനൊക്കെ കരോക്കെയിലാണ് തുടങ്ങിയത്. അതൊക്കെ അന്നും ഓർക്കസ്ട്രയിൽ പാടുന്ന സീനിയേഴ്സ്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു ടീം ഉണ്ടായിരുന്നു, 4th ചാനൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ടീം ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഫുള്ള് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊക്കെയാണ് ഫുള്ള് എല്ലാവരും ഈ മറ്റേ ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒരേപോലെ ഇട്ടിട്ടൊക്കെ ചെയ്യല്. അത് ഞങ്ങൾ ഒരു 15 വർഷം മുമ്പൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളും അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പരിപാടിയുണ്ട്. നല്ല വൈഡാണ്. ഈ 4th ചാനൽ എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂരൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ അറിയും. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പരിപാടിയൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ അങ്ങനെ കണ്ടുമുട്ടുന്നതും. അങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിക്കും. അങ്ങനെയാണോ നിങ്ങൾ പട്ടുറുമാലിലെത്തുന്നത്? കൈരളി പട്ടുറുമാലെത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കഥയാണ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ നമ്മൾ പോകുമ്പോൾ അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. അതുപോലെ തന്നെ കുറേ ചാനൽ പരിപാടി, റിയാലിറ്റി ഷോസൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു പരിപാടിക്കൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല പരിപാടി ആക്കണമെങ്കിൽ അതുപോലത്തെ റിയാലിറ്റി ഷോയിലുള്ള ആളുകളൊക്കെ നമ്മൾ വിളിച്ച് ആ ടീമുകൾ വിളിച്ചു കൊണ്ടുവരും. ഫെയിമാണ് മെയിനായിട്ട് അന്ന് വേണ്ടത്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ പേയ്മെൻറ്റും, അവർ 1 or 2 പാട്ട് പാടും, അവർക്ക് ഭയങ്കര വലിയ പേയ്മെൻറ്റും ഒക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ
പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങളെ ആയിരിക്കും ആ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പാട്ടുകളും കുത്തിമറിഞ്ഞ പരിപാടിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടാവുക. ഇവരൊന്നോ രണ്ടോ പാട്ട് പാടിയിട്ട് പോകും. പക്ഷെ ബാക്ക് സ്റ്റേജിൽ ഇവർക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫുൾ സെൽഫി എടുക്കാനും അതിന് നമ്മള് ഭയങ്കര വിഷമായിരിക്കും. അപ്പൊ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ അതിൽ ഇവിടെ ആയാലും നമ്മുടെ കൂടെയുള്ള ടീമൊക്കെ ആയാലും ഇത് ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് അവർക്ക് കിട്ടുന്ന വാല്യൂം അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് പ്രൊഫഷണലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ ആരും വിലയില്ല അങ്ങനത്തെ ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ കയറി പറ്റണം, ഏതെങ്കിലും റിയാലിറ്റി ഷോ കയറണം എന്നുള്ള ഒരു മൈൻഡൊക്കെ അങ്ങനെ വന്നത്. അപ്പോൾ കുറേ ഞങ്ങൾ ഓഡീഷനിലൊക്കെ പോയി തുടങ്ങിയിട്ട് കുറേ ഓഡീഷനിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ സീസൺ 2, 4 ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈരളി പട്ടർമാല നടക്കുന്നുണ്ട്, വേറെ ചാനൽ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങളിങ്ങനെ പോവും, ഓഡീഷന് പോവും, ഞങ്ങൾക്ക് കിട്ടില്ല. ഒത്തിരി ഫേസും അതും ഇതും ഒക്കെ നോക്കിയിട്ട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് അവിടുന്ന് പോവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ പേടിച്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവും. അങ്ങനെ ഞങ്ങള് ഒരുമ്പെട്ടിട്ട് ഞങ്ങൾ എന്തായാലും പട്ടുമാരി പോവാൻ നിഷാദ് തന്നെ നിർബന്ധിച്ചു. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, കാരണം പോയി മടുത്തേക്കണ്. പോവും പാട്ട് തന്നെ പാടാൻ ചിലപ്പോ അന്നില്ല കഴിഞ്ഞു പൊക്കോന്ന് അങ്ങനെ പാടാണ്ട് വരെ തിരിച്ചു വന്നിട്ടേ. അപ്പൊ ഞാനില്ല ടെന്നി റിയാലിറ്റി ഷോ ഒക്കെ വേണ്ട പോണം എന്നെ വലിച്ചു കൊണ്ടുപോയത് എന്നെ കിട്ടുകയും ചെയ്ത്. ഞങ്ങള് പോയി എറണാകുളത്തായിരുന്നു ഷൂട്ടിങ്. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങക്ക് കൈരളി പട്ടർമാലില് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടി. ഇക്കാക്ക് എനിക്ക് പിന്നെ ഞങ്ങളെ പാടിയ ടീമിലുണ്ടായിരുന്ന ഒരു ഇക്കാക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളുടെ ഈ റിയാലിറ്റി ഷോയുടെ ഒരു ഇത് പറയണമെങ്കിൽ ഞാൻ മറ്റേ അമൃത 2 crore ആപ്പിൾ മെഗാ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അമൃത TV അല്ല ജീവൻ TVയിലത്തെ ഒരു പരിപാടിക്ക് റിയാലിറ്റി ഷോക്ക് ഞാൻ എറണാകുളത്ത് ഒരു ഓഡീഷന് പോയി. അവിടെ പോയിട്ട് കിട്ടിയില്ല. ദീപക് ദേവൊക്കെയാണ് ഇരുന്നിരുന്നത്. എന്നിട്ട് അതേ ഓഡീഷൻ തന്നെ കോഴിക്കോട് നടക്കുന്നുണ്ട്. അവിടെ പോയി, അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ അത് ചെന്നൈയിൽ നടക്കുന്നുണ്ട്. ചെന്നൈയിലേക്കും പോയി. അപ്പോൾ ഈ ദീപക് ദേവൻ്റെ അടുത്ത് ചോദിച്ച് അല്ല നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഗാനമേളക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അതായിരിക്കും പറഞ്ഞാൽ ഗാനമേളക്കൊന്നുമില്ല വേറെ എവിടെയൊക്കെയാണ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വിചാരിക്കരുത്, ഞാൻ എറണാകുളത്ത് വന്നിട്ട് കോഴിക്കോട് വന്നിട്ട് ഇവിടെ അങ്ങനെ അവർക്ക് മനസ്സിന് സങ്കടമായിട്ട് ഒരു ഓഡീഷനിൽ ഫസ്റ്റ് ഇതിലേക്ക് എന്നെ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് ഇതുപോലെ. അങ്ങനെ ലാസ്റ്റാണ് ഇപ്പം കൈരളി പട്ടർമാലിൽ ഞങ്ങൾ 2 പേരും ഓഡീഷന് കയറി. അങ്ങനെ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജുകളിൽ നമുക്ക് പോകാൻ അത് കയറാനാണ് പണി. അത് കയറി കിട്ടിയാൽ പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ കയറി ഫൈനൽ വരെ എത്തി. ഫൈനലിൽ നമ്മളൊരു 4th പ്രൈസ് വിന്നറായി. ഒരു സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അതിലൊരു 2 ലക്ഷം രൂപയുടെ നെല്ലറയുടെ ഒരു ഇതൊക്കെ കിട്ടി. നമുക്ക് ബെസ്റ്റ് പെർഫോമർക്കുള്ള അവാർഡൊക്കെ കിട്ടി. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യം ഇല്ലായ്മ കൊണ്ട് അവിടെ ക്ലിക്കായില്ല. അല്ല പട്ടർമാലെന്നല്ല, അപ്പൊ റിയാലിറ്റി ഷോസ് ഒക്കെ ഡിമ്മായി തുടങ്ങി. കാരണം മൊബൈലിന്റെ സെറ്റപ്പ് സോഷ്യൽ മീഡിയ ഒക്കെ ആയി തുടങ്ങി. അപ്പൊ നമ്മളെ വലിയ അതിലും എന്നൊന്നും പട്ടർമാലി കണ്ടെന്നിട്ട് ഒരാളും സെൽഫി എടുക്കാൻ വന്നിട്ടില്ല. പിന്നെ കിട്ടുന്നുണ്ട് എന്നൊന്നും തീരാറില്ല. പോയിന്ന് വിചാരിച്ചിട്ട് നമ്മളാരും അങ്ങനെ വന്നിട്ട് സെൽഫി എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഈ വൈറലായതിനു ശേഷം ആ പ്രശ്നം മാറിയില്ലേ? അയ്യോ മാറി. സെൽഫി എടുത്ത് കുഴഞ്ഞു. ഞാൻ പറയും വെറുതെ സെലിബ്രിറ്റീസ് ഒക്കെ പറയണത് നമ്മളിങ്ങനെ ആയിട്ട് വരെ എന്തോരം വരെ അല്ല. അത് ഭയങ്കര സന്തോഷാട്ട, കാരണം കൊറേ ആഗ്രഹിച്ചതാണ്. ഏത് പാട്ടാണ് നിങ്ങളുടെ വൈറലായത്? ആദ്യം വൈറലായത് ഞാനും മോളും കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. മറ്റേ അയ്യപ്പ സീസണില് ഞങ്ങള് ഉദിച്ചുയർന്നു മാമലമേലെ എന്നിട്ട് അതിന്റെ അനുപല്ലവി എടുത്തിട്ട് കലിയുഗവർ ആ സാധനം ഞാനും മോളും കൂടെ കഴിഞ്ഞ മണ്ഡലകാല സമയത്ത് പാടിയ ഒരു കാര്യം നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. കലിയുഗവരദാ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കലിയുഗവരദാ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം, കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം, കായബലം താ പാദബലം താ, കായബലം താ പാദബലം താ ഭക്തജനപ്രിയനേ, ഉദിച്ചുയർന്നോ മാമലമേലെ ഉത്രം നക്ഷത്രമേ ശരണം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം, അയ്യപ്പ ശരണം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം,
നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം ശരണം കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം. അയ്യപ്പ ശരണം. ഈ പാട്ട് നമ്മൾ സാധാരണ ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെതും ഇവളതും ഇവളതാണ് കൂടുതൽ ഇടുക. മോളുടേത് അങ്ങനെ ഇല്ല, അവൾക്ക് അങ്ങനെ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീലുകൾ 4 വർഷമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ക്ലിക്കായത് ഈ പാട്ടാണ്. ഞാൻ പിന്നെ ഇങ്ങനെ തീരുമാനിച്ച് നമ്മൾ സിംഗിൾ ഇടാതെ 3 ആളിങ്ങനെ പാടണമല്ല. അപ്പോൾ ഫാമിലി ആയിട്ട് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്താൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഇതിട്ടിങ്ങനെ കുറച്ചോരോ മണിക്കൂർ കഴിയുമ്പോൾ നോക്കിയൊക്കെ റീച്ച് നോക്കിയേ. കാരണം നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ടാണേ ഇങ്ങനെ ഫസ്റ്റ് കാണുമ്പോൾ 1 ലക്ഷം, പിന്നെ 1.5, 2, അങ്ങനെ 1 മില്യൺ 2 ഇങ്ങനെ എൻ്റെ പൊന്നെ. പിന്നെ കോളുകള്, കാരണം കോണ്ടാക്ട് നമ്പർ കൊടുക്കാറുണ്ട് കട വീഡിയോയില്. നമ്മൾ ഇത് കൊടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോഗ്രാമുകൾ കിട്ടാനാണ് റീലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കോണ്ടാക്ട് പ്രോഗ്രാം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കും. അപ്പോൾ ഈ പാട്ടിന് പ്രത്യേകിച്ച് അയ്യപ്പ സീസണിൽ ഇപ്പോൾ ഞാനും മോളും കൂടെ ഇങ്ങനെ ഇരുന്ന് പാടുമ്പോൾ അത്യാവശ്യം ആളുകൾ അങ്ങനെ കണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 1 മില്യൺ 2 മില്യൺ ആളുകൾ ഇങ്ങനെ അവിടെ ഫേസ്ബുക്ക് ഡെയിലി അവരുടെ കോള് കേട്ടിട്ടാവും എനിക്ക്. അതായത് നിങ്ങൾ 12 വർഷമായിട്ട് ശ്രമിച്ചിട്ട് വൈറലാകാൻ പറ്റിയില്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ വൈറലായി. അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം മോക്കാണ്. പിന്നെ ഇദ്ദേഹം പാട്ട് പാടുമെന്ന് എന്നാ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്? അത് ചെറുപ്പം മുതലേ പാടലുണ്ടായിരുന്നു. ചെറുതിനെ പാടും. പാട്ട് കണ്ടല്ലോ, പാട്ട് കണ്ടപ്പോട്ട് ഇരുന്നോളും. ഡാൻസും ആ ഒരു ട്യൂണും മൂളലൊക്കെ അപ്പോഴേ തുടങ്ങിയായിരുന്നു. പക്ഷെ തീരെ താല്പര്യം ഉണ്ടായില്ല. താല്പര്യം ഉണ്ടായെന്ന് വെച്ചാൽ മമ്മയും പപ്പയും പാടിക്കോ, ഞാൻ പാടൂല, കെഞ്ചും പ്ലീസ് ഒരു പാട്ട് പാട്ട് അച്ഛാ. കഴിവുണ്ടായിട്ട് നേരെ മറിച്ച് കഴിവില്ല നമ്മൾ വെറുതെ ഇതാക്കുകയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കാരണം കഴിവില്ലല്ലോ. പക്ഷെ ഇയാള് നല്ല കഴിവുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടക്ക, അവർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാ, വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് ഫസ്റ്റ് നബിദിനത്തിനല്ലേ, ഫസ്റ്റ് നബിദിനത്തിന് വന്നിട്ട് അന്നൊരു പാട്ട് പാടാനിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് മറ്റേ കണ്ണാൻ തുമ്പി എന്ന് പറഞ്ഞ പാട്ട്, അതാണ് ആദ്യം ഫസ്റ്റ് മോളുടെ സിംഗിൾ പാട്ടിൽ അതാണ് കയറിയത്, കണ്ണാൻ തുമ്പി. മോളുടെ പാട്ട് വേറൊരാള് നമ്മുടെയിലല്ല, അതുണ്ട്. വേറൊരു സുഹൃത്ത് സുബൈർ എന്ന് ഈ പാട്ടൊന്ന് തരുമോ, സെൻഡ് ചെയ്ത് തരുമോ പറഞ്ഞിട്ട് ആളുടെ ഇതിലിട്ടപ്പോ അത് 2 മില്യൺ ആളുടെ. അങ്ങനെ കണ്ടിട്ട് മറ്റേ കോമഡി ഉത്സവല്ലേ അതിലേക്ക് പോയിട്ട് വൈറൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞതിലേക്ക് അതായി. പിന്നെ മൂപ്പർക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഈ മറ്റേ ഓലത്തുമ്പത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പാടിയിട്ട് ട്രെൻഡിങ്ങിൽ വന്നു. ഒരുപാട് പേര് സെലിബ്രിറ്റി ആയപ്പോ ഇതായി, പിന്നെ സ്വന്തം ഇഷ്ടായി പാട്ടിനോട് മൂപ്പർക്ക് തന്നെ ഇഷ്ടമായി. അപ്പം പിന്നെ ട്രെൻഡിങ് വരുന്ന സോങ്സ് ഒക്കെ പറയും, ഇത് ഇറങ്ങിയിട്ട് അത് നമുക്ക് റീല് പാടാം, ഇങ്ങോട്ട് വന്നിട്ട് വന്ന് പറയലായി. കറക്റ്റ് വന്ന് ട്രെൻഡിനെ വാച്ച് ചെയ്യുന്നത് പുള്ളിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു ഈ വൈറലായതിൽ മോള് പാടിയത് തന്നെ? കണ്ണാൻ തുമ്പി. വെള്ളം കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്തേ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കോരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കോരത്തൊരു മാല തീർക്കാം, തിങ്കൾ കിനാവിനെ ഓണത്തെടുത്തുന്ന തങ്കക്കിനാവിനെ കൊണ്ടുപോകാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം. ഇതത്തെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങി, ഇപ്പൊ 1 കൊല്ലായി. എന്തായാലും അതിനോടൊപ്പം നന്നായി പാട്ട് നല്ലതിൽ പഠിച്ചു പോക്കട്ടെ എന്ന് വെച്ചിട്ട്. ഞാന് ഇക്ക പഠിച്ചിട്ടില്ല. അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ പാട്ടും പാടും. ഞാൻ ഹിന്ദി, മലയാളം, തമിഴും എല്ലാ പാട്ടുകളും അടിപൊളിയും പാടും, മെലഡി സോങ്സും പാടും, അത്യാവശ്യം സെമി ക്ലാസിക്കലൊക്കെ. നിഷാദ് ബ്രോ അങ്ങനെയാണ് ഇങ്ങനെ പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? പാട്ട് പാടാൻ ഞാൻ ചെറുപ്പം മുതലേ മദ്രസ വേദികളിലൊക്കെ നമ്മളിങ്ങനെ പാടി വരലുണ്ട്. അപ്പോൾ ഉമ്മ ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ ഉമ്മയാണ് നമുക്കിങ്ങനെ പാട്ടിനോടുള്ള കമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്നിലുള്ളൊരു പാട്ടുകാരനെ അറിഞ്ഞത് ഉമ്മയാണ്. അപ്പം ഇങ്ങനെ
പാട്ടിന് മദ്രസയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തന്നെ പാട്ടിനൊക്കെ വിടും. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ നേരെ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടാക്കി. അവിടെ അവിടെ ആണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് മൂത്തുമ്മ നല്ല പ്രോത്സാഹനം തന്നു. അതായത് സ്കൂളിലും അതിലൊക്കെ പാട്ട് പാടാനും ഇതിനൊക്കെ ലളിതഗാനത്തിനും അതിനൊക്കെ വിടും. പിന്നെ കോളേജ് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പിന്നെ മായ കോളേജ്, അവിടെ നിന്നാണ് ശരിക്കും ഞാൻ ഗാനമേള വേദികളിലേക്ക് വരുന്നത്. മറ്റേതൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് സ്കൂളിലത്തതും മദ്രസ അങ്ങനെയുള്ള പാടലുള്ളൂ. ഗാനമേളയ്ക്ക് വരുന്നത് ഞാൻ മായ കോളേജിൽ 10ാം ക്ലാസ് തോറ്റിട്ട് വീണ്ടും പഠിക്കാൻ പോയതാണ്. സ്കൂളിൽ നിന്ന് നേരെ ഒരു കോളേജിൽ പോയി. അങ്ങനെ അവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ച് അവിടുന്ന് ആണ് നമ്മുടെ ഗാനമേള, അവിടെ ഈ കൊല്ലങ്ങൾ ആർട്സ് ഡേ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് തിരഞ്ഞെടുത്ത് അങ്ങനെ പാടി. 10ാം ക്ലാസ് ജയിച്ചായിരുന്നെങ്കിൽ വേറെ വഴിക്ക് പോയായിരുന്നു. അപ്പൊ ഈ തോറ്റത് നന്നായി. അപ്പൊ ജയിച്ചെങ്കിൽ ഈ വഴിക്ക് വരില്ല. തോറ്റത് കൊണ്ട് ഇവിടെ വന്നത് കൊണ്ട് അവിടെ ഈ ഗാനമേള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ജോസ് മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലാസ് മാഷനാണ്. ആ മാഷാണ് എന്നെ ഗാനമേളക്ക് ആദ്യമായിട്ട് ആരൊരാൾ എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാളത്തിലത്തെ പാട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ ഗാനമേള വേദിയിലേക്ക് അങ്ങനെ സജീവമായിട്ട് വരുന്നത്. അങ്ങനെ പിന്നെ അവിടെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് അതൊരു ക്രൈസായി, പാഷനായി. അതിൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് പഠിപ്പിക്കാനാരുമില്ല. ഇത് നീ സംഗീതം പഠിക്കാനായിട്ട് പോടാ എന്ന് പഠിപ്പിക്കാനാരുമില്ല. അത് നമുക്കറിയല്ല. അപ്പോൾ ഇങ്ങനെ പാട്ടുകൾ കേട്ട് പഠിക്കും, ഇഷ്ടപ്പെടും, അതിങ്ങനെ വേദിയിൽ പാടും. അങ്ങനെ അപ്പം എല്ലാ പാട്ടുകളും അങ്ങനെ പാടിയിരുന്നു. സജിനയോ? ഞാൻ ഉപ്പ പാടും. ഉപ്പാക്ക് പാടാനുള്ള ഇപ്പോൾ നടനാണ്. അപ്പം പിന്നെ ചെറുപ്പം മുതലേ തന്നെ പോലെ തന്നെ കുഞ്ഞിലേ പാടി തുടങ്ങും. അപ്പം അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സതീഷ് മാഷ് എന്നെ ഫസ്റ്റായിട്ട് ക്ലാസിക്കൽ പഠിപ്പിച്ച മാഷ്, ഈ ദേശഭക്തി ഗാനം സംഘഗാനമൊക്കെ അങ്ങനെ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് മാഷ് വരില്ല. അപ്പം എൻ്റെ പാട്ട് കേട്ട് പറഞ്ഞു നന്നായി കഴിവുണ്ട് പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പാട്ട് പഠിപ്പിക്കാൻ ചേർത്തി. എനിക്ക് ഒരു ഫീസ് പോലും ഇല്ലാണ്ട് ഇട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത്. പക്ഷെ ആ ദക്ഷിണ വെച്ച് അല്ലാണ്ട് പിന്നെ ഒരു ഫീസ് പോലെ എൻ്റെ മേടിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നത്. പിന്നെ ഒരു 4 വർഷമൊക്കെ പഠിച്ചെങ്കിൽ പിന്നെ ഞാൻ വലിയ അങ്ങോട്ട് സീരിയസ് ആക്കി എടുത്തില്ല. അതിപ്പോഴും ഞാൻ വിഷമം എനിക്ക് അതിലുണ്ട്. അതുകൊണ്ട് ഒരു എന്താ പറയുക, അതിന് ഞാൻ ഇവളെ ചേർത്തി കറക്റ്റ് സീരിയസ് ആക്കി പഠിപ്പിക്കുന്ന തന്നെ ഇതാക്കി. അങ്ങനെ ഞാനും ഇപ്പം ഞാനും റീസ്റ്റാർട്ട് ചെയ്ത്. ഇപ്പം മോളുടെ ടീച്ചർ നിത്യ എന്ന് പറഞ്ഞത് തൃശ്ശൂരുള്ളതാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ് ഒരുമിച്ച്. അതെ അതെ, ക്ലാസ്മേറ്റ്സ് ആണ്. ആള് കീബോർഡ് പഠിക്കുന്നുണ്ട്. ഷഹീർ നമ്മുടെ ഫ്രണ്ട് തന്നെ, ആള് കീബോർഡിസ്റ്റ് ആണ്. നമ്മുടെ പ്രോഗ്രാമിനൊക്കെ കീബോർഡ് വായിക്കുന്നതാണ് ആളാണ് കീബോർഡ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഗാനമേളക്കുള്ള പാട്ട് ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാ? ഗാനമേളക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ട്രെൻഡിങ് പാട്ടുകൾ ഗാനമേളയിൽ എടുക്കും. കോമൺ ആയിട്ട് എല്ലാ ഗാനമേളയിലും ഇന്ന പാട്ട്, ഇപ്പൊ പാലാപ്പള്ളി ആണെങ്കിൽ ആ പാട്ട് എല്ലാവരും പാടുന്നുണ്ടാവും. അപ്പൊ അതിങ്ങനെ കോമൺ ആയിട്ട് എടുക്കും. ആ പാട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, പുതിയ ഇറങ്ങുന്ന പാട്ടുകൾ ഏതാണോ അത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ മറ്റേ ഇതാണ് നമ്മുടെ പെരിയോനെ ആടുജീവിതം, ആ പാട്ട് നമ്മൾ ഇനി അടുത്ത വേദികളിൽ നമ്മൾ പാടണം. പെരിയോനെ നമുക്ക് വേണ്ടിയിട്ടൊന്ന് പാടിയാലോ? ആ, എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചുനുണ കുഴയും ആ ഇഷ്കിന്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽബിൻ മറുപ്പറമ്പിലോ പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം അങ്ങകലെ പുതുമഴ വീഴനുണ്ടേ മുന്നിൽ പുതുമഴ വീഴനുണ്ടേ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ
നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ ഇരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരി വരയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നനവ് പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. ഈ പാട്ട് റീല് പാടിയിട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ പാട്ട് റീൽ പാടി നമ്മള് സാധാരണ എല്ലാ ട്രെൻഡിങ് സോങ് റീൽ പാടലുണ്ട്. ഈ പാട്ട് നമ്മൾ റീല് ഇട്ട് കുറച്ച് നേരം വൈകിട്ടിട്ടത്. കുറെ ആൾക്കാരിങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് പാടണതായിരുന്നു, പക്ഷെ കുറേ സമയം ഞങ്ങള് പാടാന്ന് ഫസ്റ്റ് ചിലപ്പോ അങ്ങായിരിക്കും പാടാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ അപ്പത്തിനും പ്രോഗ്രാമിന്റെ തിരക്ക് വന്ന സ്റ്റുഡിയോ ഉണ്ടായില്ല. അങ്ങനെ വന്ന ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞേ ഇൻസ്റ്റ തുറക്കാൻ പറ്റില്ല, കാരണം ഈ പാട്ട് എല്ലാരും റീല് പാടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പാടണ്ട, അയ്യോ ഇനി നമ്മുടെ പക്ഷെ നമ്മുടെ ഒരുപാട് പേര് കുറെ ആൾക്കാർ കമന്റ് നിങ്ങളുടെ ഫാമിലി പാടുന്നത് കേൾക്കാൻ വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്യണു, വാട്സാപ്പിൽ പേഴ്സണലി വിളിക്കണു. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ പാടാന്ന് ഇഷ്ടത്തോടെ ചോദിച്ചിട്ട് പിന്നെ പാടിയില്ലെങ്കിൽ അതൊരു ഇതല്ലേ. ഞങ്ങൾ പാടാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങൾ പോയി പാടി. അത് നമ്മള് റീലിട്ടു. ഏറ്റവും നേരം വൈകിട്ടാണ് ഇട്ടത്. പക്ഷേ ഞങ്ങളുടെ റീൽ അത്യാവശ്യം അടിച്ചാണ്ട് കയറി. ഒരു 5 ലക്ഷം ആൾക്കാർ ഇതിൽ കണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്, ഫേസ്ബുക്കിൽ ഒരു 4 ലക്ഷം കണ്ട്. അങ്ങനൊക്കെ അത്യാവശ്യം കയറിയ പാട്ട് നല്ല ഇതായിരുന്നു. ഈ നമ്മുടെ ഈ പാട്ട് നമ്മളിടുന്ന പാട്ട് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ സാധാരണ അങ്ങനെ കാണാറുണ്ടല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ആ പോയിന്റാണ് ഞാൻ പറയാൻ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് ഞങ്ങൾ ഈ ഒരു പാട്ട് വീഡിയോ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തന്നെ കുറേ കഷ്ടപ്പാടുണ്ട്. കാരണം നമ്മൾ ഈ പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പറഞ്ഞാൽ ഞങ്ങൾ 3 നാൾ ഇരുന്നിട്ട് സെലക്ട് ചെയ്യും. പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാക്ക് തപ്പും. ഒന്നെങ്കിൽ യൂട്യൂബിലുണ്ടാവും, അല്ലെങ്കിൽ വേറെ സുഹൃത്തുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കും. അങ്ങനെ ആ ട്രാക്ക് രണ്ടാമത്തത് എടുക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ഞങ്ങൾ ഇരുന്നിട്ട് പഠിക്കും. 3 നാൾ ഇരുന്നിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ ലിറിക്സൊക്കെ എഴുതിയെടുത്ത് ഇതിൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് ഞാൻ പറഞ്ഞു തരണേ. ഇത് നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി ഇത് നേരെ അവിടുത്തെ സ്റ്റുഡിയോ പൈസ നമ്മൾ കൊടുത്ത് പിന്നെ അത് മിക്സിങ്ങിന് കൊടുക്കും. ആ മിക്സിങ്ങിന് കൊടുത്താൽ അവിടുത്തെ പൈസ നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് റീലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ഇതേപോലെ വീഡിയോ എടുത്ത് ആ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 നാളും ഫ്രീ ആയിട്ട് വീട്ടിലെ പണിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാവും. മോള് പഠിക്കാൻ പോയിട്ടുണ്ടാവും, ഞാൻ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ഇതിലാവും നമ്മളൊരു സമയം കണ്ടെത്തിയിട്ട് ഇത് വീഡിയോ ഞങ്ങൾ എടുത്തത്. അങ്ങനെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് നേരെ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ പാട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഈ പെരിയോനെ എന്നുള്ള പാട്ടിൽ തന്നെ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അത് വേറൊരു സുഹൃത്ത് എന്ത് ചെയ്ത് ആളുടെ ഫാമിലി, ആളുടെ വൈഫും മോളും, ഇപ്പോൾ ഞങ്ങൾ പാടിയ പാട്ട് ആ സെയിം സാധനം തന്നെ അതിൻ്റെ ഓഡിയോ എടുത്തിട്ട് നേരെ അവർ റീൽ ചെയ്തു. അതെല്ലാവരും ശരിയാണ്. അത് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ പാട്ട് വേറൊരാൾ റീൽ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഇതാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ സാധനം എന്ത് ചെയ്തു, അവരുടെ തെറ്റല്ല കേട്ടോ, ആ ഫാമിലിയുടെ തെറ്റല്ല. ആ വീഡിയോ ഇവർ പാടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരിങ്ങനെ നിൽക്കണ, മോളും അമ്മയും ഞങ്ങളെ പോലെ തന്നെ ഒരു ഫാമിലി. എന്നിട്ട് മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് അതേ പാട്ടിട്ടിട്ട് പെരിയോനെ എന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. അതേ സെയിം തന്നെ അതിട്ടിട്ട് ആ വീഡിയോ അവർ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റയിൽ റീലാക്കിയിട്ടാണ്. ഞങ്ങളെ അതിൽ നമ്മുടെ പേരൊക്കെ കാണിക്കുന്നുണ്ട്, പാട്ട് ഫാമിലി ദിൽറുബാ നിഷ എന്നൊക്കെ അടിയിൽ കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റയിൽ കാണിക്കും. പക്ഷെ ഈ സാധനം നേരെ ഏതോ ഒരു ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ എടുത്തിട്ട് നേരെ അവരുടെ പേജിൽ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ആ പേജിൽ ഫുള്ള് കമൻറ്റ്, ഓ ഗംഭീര പാട്ട്, എന്ത് രസമായിട്ട് അച്ഛനും അമ്മയും മോളും പാടുന്നത്, ഞങ്ങളല്ല അത് ആ വീഡിയോ. അപ്പോൾ അത് ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്ന ആളുകൾ അതിൻ്റെ തൊട്ടടിയിൽ വന്നിട്ട് കമൻ്റ് ഉണ്ട്, ഇത് ഇവർ പാടിയതല്ല, ഇത് പാട്ട് ഫാമിലി പാടിയതാണ്, ഇത് നിഷാദ് ഫാമിലി പാടിയാണ്, സജന ദിൽറുബ, ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ വീഡിയോ. എന്നിട്ടും ആളുകൾ ഇത് വീണ്ടും ഞങ്ങളറിയാത്തവർ പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ ഇങ്ങനെ ഇത് കണ്ടിട്ട് അവർ കമൻറ്റ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇവരാണ് പാടിയെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ പാട്ട് 4 ലക്ഷം കയറിയിട്ടുള്ളൂ. അത് 1 മില്യൺ ഏകദേശം ആ വീഡിയോ അടിക്കാറായി. അപ്പോൾ അത് ഭയങ്കര റീച്ചിൽ അത് കയറി. അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട സാധനം
ആ കഷ്ടപ്പാടിനുണ്ട്, അല്ലാണ്ട് ഒരു വിഷമല്ല. ആ ഫാമിലിൻ്റെ അടുത്തോ ഇട്ടുകൊണ്ടോ ഒന്നല്ല നമ്മൾ പറയണത്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇതും അതൊക്കെ ആക്കിയിട്ട് ഇത്രയും പൈസ ചിലവാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്രെഡിറ്റ് മൊത്തം അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതേ സമയം തന്നെ വീണ്ടും വേറൊരു പേജിൽ ഇട്ടിട്ടുണ്ട്, ഇത് ഇവർ തന്നെ പാടിയതാണോ അതോ മറ്റു പാട്ട് ഫാമിലി പാടിയതാണോ എന്നുള്ളത് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇത് ഇവർ പാടിയത് തന്നെയാണ്. കുറെ ആൾക്കാർ ഞങ്ങൾ അറിയണവർ ഇതുവരല്ല ഇത് പാട്ട് ഫാമിലി. അപ്പോൾ കൺഫ്യൂഷനായി ആളുകൾക്ക്, ഇത് ഞങ്ങൾ പാടിയതാണ് അവർ പാടിയെന്നുള്ള കൺഫ്യൂഷനായി. അപ്പം നമ്മൾ കഷ്ടപ്പാടേണ്ടത് എന്താണ് അവിടെ ലോസ് ആണെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്ക് പൊതുവെ അങ്ങനെ ഇങ്ങനെ വീഡിയോ ഇതാകുമ്പോൾ ഉണ്ടാവലുണ്ട്. അതാണ് നമുക്ക് ഇത് ഇപ്പൊ ഈ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള ഉത്തരം. അതായത് നമ്മൾ കഷ്ടപ്പെട്ടിടുന്ന പാട്ട് മറ്റുള്ളവര് എടുത്തോണ്ട് പോകരുത്, അതെ അങ്ങനെ എടുത്ത് പോകരുത്, ഒരാളുടെ സാധനം ചോദിക്കാൻ എടുക്കരുത്. അതെ അത് കുറെ ആൾക്കാരെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ശരിയല്ല മോശമാണ് അതങ്ങനെ ചെയ്യുന്നത്. ആ ഫാമിലിക്ക് ചിലപ്പോൾ ആ ഫാമിലി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെയുണ്ട്. ഈ പേജുകാരാണ് ഇത് എടുത്തിട്ട്. അല്ല, ഇതിനകത്ത് ഇത്രയും വലിയ കഷ്ടപ്പാടുണ്ടല്ലോ. നിങ്ങൾ 3 പേരും പാട്ടിരുന്ന് പഠിച്ച് ഇത് അവിടെ പോയി ട്രാക്ക് വാങ്ങിച്ച് ഇത് ചെയ്ത് എടുക്കും. അവർക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറി റീൽ അടിച്ചാൽ വെറുതെ അഭിനയിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ കാര്യം കഴിഞ്ഞ്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ, നമ്മൾ ഈ പാട്ടൊക്കെ ഇടുമല്ലോ, അപ്പോൾ നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണല്ലോ, അപ്പോൾ നിങ്ങൾ ഈ പാട്ട് അയ്യപ്പ ഭക്തിഗാനോ കൃഷ്ണ ഗാനോ ഒക്കെ ഇടുമ്പോൾ ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻസുകൾ വരാറുണ്ടോ? പൊതുവെ എല്ലാ രീതിയിലും കമൻറ്റുകൾ വരലുണ്ട്. ഇത് നമ്മുടേതല്ലാണ്ട് ഞാൻ വേറെ ഇതൊക്കെ നോക്കുമ്പോൾ കമൻറ്റുകൾ അങ്ങനെ വരലുണ്ട്. പക്ഷെ എൻ്റെ വളരെ കുറവാണ്. കാരണം ഞാൻ റീലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ സീസൺ ആകുമ്പോൾ അയ്യപ്പൻ്റെ പാട്ട് പാടും. നമ്മുടെ നോമ്പ് മാസം, ഇപ്പോൾ ഈ മാസങ്ങളിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ തപ്പുകയാണെങ്കിൽ മുസ്ലിം പാട്ടുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. ഒരു ക്രിസ്മസ് വന്നാലോ ഒരു ഈസ്റ്റർ വന്നു, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈസ്റ്റർ വന്നു പോയി, അപ്പോൾ ഈസ്റ്ററിൻ്റെ പാട്ട്, അതുപോലെ ക്രിസ്മസിൻ്റെ പാട്ട്, ഈ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ ജയന്തി വന്നു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പാട്ടായിരിക്കും നമ്മളിടുക. പിന്നെ ഒരു വിഷു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷുവിൻ്റെ പാട്ടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കാം, അപ്പോൾ അത് പാടാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ വിഷു ആകുമ്പോൾ ആ പാട്ടിടും. അപ്പം നമ്മളെ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ഒരു കമൻറ്റ് വരും, പുതിയ ആളാണ് എൻ്റെ പേജിൽ വന്നിട്ട് ഒരു സാധനം കാണുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് വരും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊതുവെ ഞങ്ങളുടേതായിട്ട് ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ഇടലുണ്ട് കേട്ടോ, നമ്മളങ്ങനെ അത് പാടാൻ പാടില്ല ഇത് പാടാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മളങ്ങനെ ഇതല്ല, നമ്മളൊരു കലാകുടുംബമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കലയാണ്. അപ്പോൾ അതിന് ജാതിയോ മതമോ നിറവ്യത്യാസമോ കാര്യങ്ങളോ ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയാണ് ഏറ്റവും വലുത്, പാട്ടാണ് ഞങ്ങൾക്ക് വലുത്. അതിപ്പോൾ ഞാനൊരു ഹിന്ദു ഭക്തിഗാനം പാടിയെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭക്തിഗാനം പാടി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയെന്ന് വിചാരിച്ചിട്ട് അതാ നമ്മുടെ മതവിശ്വാസത്തെ എന്തില്ല കളങ്കപ്പെടുത്തുന്നില്ല. എൻ്റെ മതം എൻ്റെ വിശ്വാസമൊക്കെ എൻ്റെ മനസ്സിലാണ്, പുറത്ത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കലയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത്. കലയാണ് മനുഷ്യൻ, കലയാണ് ജീവിതം, കലയാണ് മതം, കലയാണ് രാഷ്ട്രീയം, എല്ലാതും അങ്ങനെയാണ്. അങ്ങനെ നമ്മളങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എല്ലാവരെയും. ഞാൻ മക്കളായി കഴിഞ്ഞാലും ഞാൻ ഭാര്യയുടെ അടുത്തായാലും ഞങ്ങളൊക്കെ അതുമായിട്ടാണ്. കാരണം എൻ്റെ അയൽവക്കത്തിലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹിന്ദു മതസ്ഥരാണ്. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ക്രിസ്ത്യൻ ആളുകളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ കുറവാണ്. എൻ്റെ പേജ് നമ്മുടെ കമൻ്റൊക്കെ കുറവാണ്, എന്നാലും നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഒരു വിഷമം ഉണ്ടാവാറുണ്ടോന്നാ ചോദിച്ചത്? ഇല്ല, അങ്ങനെ അതേ കമന്റിന് തന്നെ നമ്മളെ ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള ആൾക്കാരനായിരിക്കും ആ കമന്റ് ഇടുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ മതത്തിലുള്ളതായതുകൊണ്ട് ഞങ്ങളുടേതായുള്ള ആൾക്കാരനായിരിക്കും ആ കമന്റ് എടുക്കുന്നത്. പക്ഷെ ആ കമന്റ് തൊട്ട് മറുപടി ആയിട്ട് ഞങ്ങളുടെ മതസ്ഥർ തന്നെ കൊടുക്കും. അപ്പൊ പിന്നെ അതിൽ വിഷയമല്ല. അപ്പൊ അത് കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ അങ്ങനെ കൊടുക്കലില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ഇത്രയും കൊല്ലമായിട്ട്, ഞാനിപ്പോൾ 12 കൊല്ലമായിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ 12 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 3 മക്കള്, അതുപോലെ തന്നെ വീട്, ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന വീട്, ഞാൻ ഉപയോഗിക്കുന്ന കാറ്, കുട്ടികളുടെ പഠനം, ഇവിടുത്തെ ചെലവ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പാടുന്ന ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ജോലിയും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെരുന്നാൾ പരിപാടിയൊക്കെ ആകുമ്പോൾ ക്രിസ്ത്യൻസിൻ്റെ പെരുന്നാൾ പരിപാടി അവിടെ നമ്മളെ പള്ളിയിൽ പോയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അമ്പല പരിപാടി ആയിരിക്കും, അവിടെ പരിപാടി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നേർച്ച പരിപാടി അവിടെ ചെയ്യേണ്ടി വരും, ക്ലബ്ബ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ജാതി മതം രാഷ്ട്രീയം അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ BJP-കാരുടെ അവിടെ പോയിട്ട് പോയിട്ട് പ്രോഗ്രാം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മാർക്കസ്കാരുടെ അവിടെ പോയിട്ട് പരിപാടി ചെയ്യേണ്ടി വരും, ലീഗുകാരുടെ പരിപാടി ചെയ്യേണ്ടി വരും, കോൺഗ്രസ്സുകാരുടെ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയം നമുക്കില്ല. അതാണ് നമ്മൾ പറയുന്നത്, രാഷ്ട്രീയമല്ല മതമല്ല മറ്റതൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ കലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും അതുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. ഈ പാട്ട് പാടാൻ കഴിവുള്ള ആളാണ്, കൊച്ചിലോട്ട് പാട്ട് പാടുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഗാനമേളയിൽ കൂടെ വന്നു. ഈ സിനിമാ പാട്ട് പാടണമെന്നൊരാഗ്രഹം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിനിമാ പാട്ട് എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ സിനിമാ പാട്ടിലേക്ക് കടക്കണം എന്നുള്ളൊരു ആഗ്രഹം
അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ട്. എനിക്കായാലും ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ, സജനാക്കാണ് കൂടുതൽ സിനിമയിൽ പാടണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. എനിക്ക് കൂടുതലും വലിയ വലിയ സ്റ്റേജുകൾ ചെയ്യണം, എന്താണ് വലിയ വലിയ പാട്ടുകാരുണ്ടല്ലോ, അറിയപ്പെടുന്ന സിനിമ പിന്നണി ഗായകർ, അവരുടെ കൂടെ ഒക്കെ പരിപാടി ചെയ്യണം, വലിയ സ്റ്റേജുകളൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഒട്ടുമിക്ക ഇതിലൊക്കെ പോയി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് പുറം രാജ്യങ്ങളിൽ, ഇപ്പോൾ GCC പോലുള്ള ദുബായ്, ഖത്തർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പരിപാടി ചെയ്യണമെന്ന് കുറേ സ്വപ്നം കണ്ടാണ് കുറേ വർഷങ്ങളായിട്ട്. അത് നമുക്ക് 2-3 പ്രോഗ്രാമിനൊക്കെ പോയിട്ട് നമ്മൾ ആഗ്രഹം ഇതായി. ഇവൾക്ക് ഇതുപോലെ നല്ല ആഗ്രഹമായിരുന്നു ഇത് പുറത്തൊക്കെ പോയിട്ട് പരിപാടി ചെയ്യണമെന്ന്. അപ്പോൾ ഒരു പരിപാടിക്കാണ് നമ്മൾ പോയിട്ടുണ്ട്. അവരുടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. മോൾക്ക് വലിയ ആഗ്രഹമാണ് അതുപോലെ പുറത്ത് ഫ്ലൈറ്റ് കയറണം, ദുബായിൽ പോകണം, അങ്ങനൊന്നല്ല ഫ്ലൈറ്റിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഈ സജിന സിനിമ അതിന് വേണ്ടി ശ്രമിച്ച ദീപക് ദേവിനെയൊക്കെ ഫ്രണ്ടിൽ കണ്ടല്ലേ, ഒരു ചാൻസ് ഒക്കെ ചോദിച്ചില്ല? അതിനുവേണ്ടി ശ്രമിച്ചായിരുന്നു? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പട്രുമാലിന് പോകുമ്പോ അതിന്റെ ജഡ്ജസ് അവിടെ വിദ്യാധരൻ മാഷ്, പിന്നെ സലീംക്ക, കണ്ണൂർ സലീം, പിന്നെ രഹനത്ത, അങ്ങനെയായിരുന്നു. പിന്നെ മാറി മാറി ഓരോരുത്തർ ഗസ്റ്റ് ആയിട്ട് വരും, അങ്ങനെയായിരുന്നു. പക്ഷെ ചോദിച്ചിട്ടൊന്നുമില്ല, പേടിയായിട്ട് അവരെടുത്ത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ചോദിക്കാം. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വേഗം അവര് വന്ന് തരാണ്. ഇപ്പൊ എല്ലാതും ഉണ്ടല്ലോ, എന്താ പറയാ, നമ്മ നിന്ന് പാടി കൊടുത്താ മതി. എന്തായാലും നോയമ്പ് മാസമല്ലേ, ഒരു പാട്ട് പാടിയല്ലേ നമുക്ക് അതിനെ പറ്റിയുള്ള? അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് നോമ്പ് മാസത്തിൽ ഒരു പാട്ട് ഞങ്ങൾ റീൽ ഈ സാധനം പാടിയിട്ടുണ്ട്. നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള കരയാനും പറയാനും ഞങ്ങൾ ഫാമിലി ആയിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് വേണം അല്ലേ? നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ, നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ, നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ, നിയമത്തും റഹ്മത്തും നിറക്കെന്റെ പരനെ, പരമതയാ പരനായൊരു സുബ്ഹാനേ, എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കുമി റഹ്മാനേ, അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ആദിയോനീ എനിക്ക്, കരയാനും പറയാനും മാനം തുറന്നിറക്കാനും നീയല്ലാതാരുമില്ല കോനേ, എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. എന്തായാലും ഇത്രയും പാടില്ലേ, ഇനി ഒരു ക്രിസ്തീയ ഭക്തി ഗാനം കൂടെ പാടിക്കാട്ടെ. ആയിക്കോട്ടെ, രക്ഷപ്പെടുന്നത്. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ബലിദാനമായിതാ തിരുജീവനീകി നീ, ബലിദാനമായിതാ തിരുജീവനീകി നീ, കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ, കണ്ണീരും തൂകുന്നിതാ രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ, ഇടയ വഴി നീ അഭയമരുളൂ രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്താണ് ജീവിതത്തിൽ അടുത്ത ഘട്ടം എന്ന് കരുതുന്നത്? പ്ലാനിങ് എന്താണ്? അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമുകളാണ്. നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ പുറത്ത് എല്ലാവരും ഈ പാട്ട് ഫാമിലി എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മുടെ ചാനലും അതൊക്കെ തന്നെയാണ്, യൂട്യൂബ് ചാനലായാലും പാട്ട് ഫാമിലിയാണ്. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് മുന്നോട്ട്
പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരാഗ്രഹം. പിന്നെ നമ്മുടെ ഇതന്നെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണല്ലോ, നമ്മൾ ഒറ്റ പോകണ പോലെയല്ല. അപ്പം അങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെ ഇവൾക്കൊരു ഫിലിമിൽ പാടാൻ വലിയ ആഗ്രഹമുണ്ട്, മോൾക്ക് പാടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഇപ്പം നിലവിൽ? സിനിമയിൽ പാടണം. സിനിമയിൽ പാടുക എന്നുള്ളതാണ്. സെലിബ്രിറ്റി ലൈഫ് അങ്ങ് ആസ്വദിച്ചു പോയി. ആദ്യം പാട്ടൊക്കെ സിനിമയിൽ പാടണം ആ ലെവലെത്തിണ്ട്. മോൾക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മളെ കമന്റ് ഇതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. മോളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയുന്നത്. മോളാണ് വൈറൽ കുടുംബത്തിന്റെ അതെ, നമ്മുടെ ചോദിച്ചു മേടിച്ചോണം. നമ്മള് അവൾക്കുള്ളതൊക്കെ നമ്മള് അവളത് പൈസ കാര്യങ്ങളും നമ്മൾ അങ്ങനെ എടുക്കില്ല. അവൾക്ക് കിട്ടുന്ന പൈസ അവൾക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മള് സ്വർണ്ണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കും. നമ്മുടേതായുള്ള പൈസ നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള അതൊക്കെ തരാം, അതിനൊന്നും പ്രശ്നമല്ല. അങ്ങനൊക്കെ അതൊക്കെ നല്ലതാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ നൊയമ്പ് പിടിച്ചുകൊണ്ട് ഇസ്ലാമിക വേഷധാരണങ്ങൾ ജയിച്ചുകൊണ്ട് അവർ വിട്ടിരുന്ന് ക്രിസ്തീയ ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം, മുസ്ലിം ഭക്തിഗാനം, അങ്ങനെ സിനിമാ ഗാനങ്ങളെല്ലാം പാടുകയാണ്. അവർ പറയുന്നത് കലയാണ് മുഖ്യം, മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമല്ലെന്നാണ്. അങ്ങനെയാണ് ഒരു കലാകാരൻ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. ഈ കലാകുടുംബം തന്നെ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവരുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.